نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وهو الذي أنشأ لكم السمع والأبصار والأفئدة قليلا ما تشكرون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ, അവൻ്റെ കൽപ്പനാവിരോധനങ്ങളെല്ലാം ജീവിതത്തിൽ യഥോചിതം മുറുകെ പിടിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന ചിട്ടയായി സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യർ അവരുടേതായ പല വ്യവഹാരങ്ങളിലുമുള്ള ഓട്ടത്തിലാണ്. ആ ഓട്ടത്തിനിടയിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായ പരലോകത്തെ അവൻ പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. മുസ്ലിമീങ്ങളായ നമ്മൾ നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ നമസ്കാരം, നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ നോമ്പ്, നമ്മുടെ മറ്റു സുന്നത്തുകളെല്ലാം കൃത്യമായി നിർവഹിച്ചു പോരാറുണ്ട്. പക്ഷേ ഒരുപക്ഷെ നമ്മളിൽ പോലും സംഭവിച്ചു പോകുന്ന ഒരു വലിയ അപകടമാണ് ജീവിതത്തെ പലപ്പോഴും യാന്ത്രികമായി നോക്കിക്കാണുക എന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, എല്ലാവരും പള്ളിയിലേക്ക് പോകും, അതുകൊണ്ട് ഞാനും പള്ളിയിലേക്ക് പോകുന്നു. ഇന്നൊരു സുന്നത്തുകളായി പാലിക്കേണ്ട സൂറത്തുൽ കഹ്ഫാണെങ്കിലും വെള്ള വസ്ത്രമാണെങ്കിലും സുഗന്ധം പൂശുന്ന കാര്യമാണെങ്കിലും ഒക്കെ അതൊക്കെ എല്ലാവരും ചെയ്യുന്ന ഒരു റുട്ടീൻ ഷെഡ്യൂളിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു പോകുന്നു എന്നതിനപ്പുറം നമ്മൾ നമ്മുടെ ആത്യന്തിക ലക്ഷ്യത്തോട് എത്രമാത്രം ആത്മാർത്ഥമായി കൂറുപുലർത്തുന്നുണ്ട് എന്ന കാര്യം ഞാനും നിങ്ങൾ ഏവരും സ്വന്തത്തോട് ചോദിച്ചു നോക്കേണ്ടതാണ്. നമ്മുടെ ഇബാദത്തുകൾ, നമ്മൾ നമ്മുടെ പരലോകത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതിൽ ഇഖ്ലാസ് ചോർന്നു പോകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ലക്ഷ്യത്തെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആവർത്തി നമ്മോട് പറയുന്നുണ്ട്, ഈ ജീവിതത്തിന്റെയും ഈ മരണത്തിന്റെയും ഒക്കെ ലക്ഷ്യമെന്നത്
ഈ ജീവിതവും മരണവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൃഷ്ടിച്ചു തന്നിട്ടുള്ളത് ലിനബ്ലുവക്കും, പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഇത്രയധികം അനുഗ്രഹങ്ങളെല്ലാം നിറഞ്ഞ ഈ ജീവിതം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അവിടെ നിങ്ങൾ കേവലം ഇബാദത്ത് ചെയ്യുന്ന ഒരു നാമമാത്ര മുസ്ലിമായി മാറാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. മറിച്ച് ചില സ്വന്തത്തിന് വേണ്ടി നമുക്ക് ഒറ്റയ്ക്ക് പറയാവുന്ന, നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഒറ്റയ്ക്കാവുമ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയുന്ന, നാളെ പരലോകത്തേക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന ചില ഇബാദത്തുകൾ അള്ളാഹുവെ ഞാൻ ആത്മാർത്ഥമായി എൻ്റെ മരണത്തിന് ശേഷമുള്ള അവിടെയുള്ള രക്ഷയ്ക്ക് വേണ്ടി, അവിടെയുള്ള മോക്ഷത്തിന് വേണ്ടി, അവിടെയുള്ള വിമോചനത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട് റബ്ബേ എന്ന് പറയാൻ നമുക്ക് ഇവർക്കും സാധിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ദുനിയാവിലെ അനുഗ്രഹങ്ങൾ പലപ്പോഴും നമ്മളെ പലതിലേക്കും തെറ്റിച്ച് വിസ്മരിച്ച് കളയാൻ പലപ്പോഴും കാരണമാകുന്നു എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാടധികം അനുഗ്രഹങ്ങൾ കിട്ടിയ ആളുകളാണ് നമ്മളേവരും. ആ അനുഗ്രഹങ്ങളിൽ ചിലതിന്റെ വില പലപ്പോഴും നമ്മൾ ചില ഏറ്റക്കുറച്ചിലുകളോട് നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളാത്ത ചില സമീപനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിലൊരിക്കലും ഒരു വിശ്വാസി ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിച്ച ഏതെല്ലാം അനുഗ്രഹങ്ങളാവട്ടെ അതിനെല്ലാം അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതിന്റെ മുറപ്രകാരം തന്നെ അതിന് നന്ദി കാണിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ നമുക്ക് ഇവർക്കും ഉൾപ്പെടേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയ കേൾവി എന്ന അനുഗ്രഹം. നമ്മൾ പലതും കേൾക്കാറുണ്ട്, പലതും അറിയാറുണ്ട്. കാണുന്നത് പോലെ, നമ്മൾ വായിച്ചെടുക്കുന്നത് പോലെ, നമ്മൾ ഗ്രസിച്ചെടുക്കുന്ന അറിവുകൾ പോലെ കേട്ടറിയുന്ന ഒരുപാടധികം അറിവുകളുണ്ട്, ഒരുപാടധികം ആസ്വാദനങ്ങളുണ്ട്. അവയിൽ എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറ് പോലുമില്ല. കാഴ്ചയുടെ ഒരു പ്രാധാന്യം നമ്മൾ അറിയണമെങ്കിൽ ഒരു കാഴ്ച പരിമിതനായ ഒരു വ്യക്തിയുടെ കൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ മതി. അതായത് അദ്ദേഹത്തൊന്ന് റോഡ് മുറിച്ച് കടക്കാൻ സഹായിച്ചാൽ ഒരു പക്ഷേ കാഴ്ചയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. എന്നാൽ നമ്മൾ കേൾക്കുന്ന ഈ കേൾവി ഉണ്ടല്ലോ, നമ്മുടെ കാതുകളിലൂടെ, നമ്മുടെ ഇരു ചെവികളിലൂടെ നമ്മൾ കേൾക്കുന്ന ഒരുപാടധികം വിഷയങ്ങൾ, ഈ ഖുതുബ പോലും നമ്മൾ കേൾക്കുകയാണ്. ആ കേൾക്കുന്ന കേൾവിയിലൂടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് പിഴച്ചു പോകാൻ സാധ്യതയുള്ള, അവന് ഒരുപാട് തെറ്റുകളിലേക്ക് അവൻ ആനയിക്കാൻ സാധ്യതയുള്ള ചില വിഷയങ്ങളെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്ത് കാണരുത്, എന്ത് കേൾക്കരുത്, എന്താണ് ഇവിടെ എല്ലാവരും കേൾക്കുന്നത്, ഞാൻ കേൾക്കാൻ പാടില്ലാത്തത്, എന്താണ് ഇവിടെ ആരും കേൾക്കാത്തത്, ഞാൻ കേൾക്കേണ്ടത് എന്നെല്ലാം കൂലങ്കശമായി ചർച്ച ചെയ്യുന്ന, അതിൽ ഗവേഷണം ചെയ്ത് അതിനെ എങ്ങനെയാണ് എന്റെ പരലോക വിജയത്തിന് അനുഗുണമാക്കാൻ സാധിക്കുക എന്നതാണ് ഒരു വിശ്വാസിയും ചിന്തിച്ചു നോക്കേണ്ട കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ അനുഗ്രഹമായി നൽകിയ ഒരു സംഗതിയാണ് നമ്മുടെ കേൾവി എന്നത്. ഒരു വ്യക്തി അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലാവുന്ന സമയത്ത്, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 6ാമത്തെ ആഴ്ച അവന് ചെവി അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ ചെവി രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് പിന്നീട് 23 ആഴ്ചയാവുന്ന സമയത്ത് ആ ചെവിയിലൂടെ അതിന്റെ ഫംഗ്ഷൻ നടന്നുകൊണ്ട് തന്നെ പുറത്തുള്ള കാര്യങ്ങൾ പോലും ഒരു ഗർഭസ്ഥ ശിശുവിന് കേൾക്കാൻ പാകത്തിൽ അള്ളാഹു നമ്മുടെ ചെവിയെ പരിവപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ചെറിയ പ്രായത്തിൽ നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിലാവുമ്പോൾ പോലും പുറത്തുള്ള ശബ്ദങ്ങൾ, ഉമ്മയും ഉപ്പയും പറയുന്ന സംസാരങ്ങൾ, അതെല്ലാം ഒരു കുട്ടി കേൾക്കുന്നുണ്ട് എന്നാണ്. പക്ഷെ മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ കാഴ്ചയെ പറ്റി ആലോചിച്ച് നോക്കുങ്ങൾ. കണ്ണും അതേ സമയത്ത് തന്നെ, അല്ലെങ്കിൽ 7ാമത്തെ ആഴ്ചയാവുന്ന സമയത്ത് തന്നെ കണ്ണ് രൂപാന്തരം പ്രാപിക്കുന്നുണ്ട്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ നമുക്ക് കണ്ണ് വരുന്നുണ്ട്. പക്ഷെ ആ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലല്ലോ ഉള്ളിൽ. എന്നാൽ ചെവിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് വെളിച്ചം നൽകുന്നുണ്ട്. അള്ളാഹു ഒരുപാട് ആയത്തുകൾ നമ്മൾ പറയുന്ന ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് തന്നെ വഹുവല്ലദീ അൻശഅ ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ പറയുന്ന കൂട്ടത്തിൽ, കാഴ്ചയും കേൾവിയും ഹൃദയങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു ആദ്യമായി എണ്ണുന്നത് പലപ്പോഴും കേൾവിയെ പറ്റിയാണ്. ആ സമഅനെ പറ്റി അള്ളാഹു നമ്മോട് ആദ്യമായി പറയുന്നതിൽ ചില ഹിക്മത്തുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, നമുക്ക് ഒരുപാട് അറിവുകൾ നേടാനുള്ള വലിയൊരു സ്രോതസ്സാണ് യഥാർത്ഥത്തിൽ കേൾവി എന്നത്. പലതും കേൾക്കുന്നതിലൂടെ ഒരുപാട് അറിവുകൾ നമ്മൾ നേടാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പറയുന്നത് പോലെ വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. അള്ളാഹു നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിങ്ങൾ ആക്കിയിട്ടുണ്ട്. എങ്ങനെ? ലാ തഅലമൂന ശൈആ, നിങ്ങൾ ഒന്നും അറിയാത്ത രൂപത്തിൽ നിങ്ങളെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളാഹു നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. വജഅല ലക്കും, ശേഷം അള്ളാഹു നിങ്ങൾക്ക് ആക്കി തന്നു അസ്സംഅ, കേൾവി നിങ്ങൾക്ക് അള്ളാഹു പരിചയപ്പെടുത്തി തന്നു. വൽ അബ്സ്വാർ, കാഴ്ച തന്നു. വൽ അഫ്ഇദ, നിങ്ങൾക്ക് ഹൃദയങ്ങൾ തന്നു. എന്തിനു വേണ്ടി? ലഅല്ലക്കും തശ്കുറൂൻ, അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഇതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ്. ആദ്യമായി കേൾവിയാണ് പറഞ്ഞത്. ആ കേൾവിയും കാഴ്ചയും നമ്മുടെ ഹൃദയങ്ങളിട്ട്
ചിന്തിക്കുന്ന, പിന്നെ നമ്മുടെ ചിന്തകളും നമ്മുടെ ആലോചനകളും നമ്മുടെ ഉൾക്കാഴ്ചകളും നമ്മുടെ വികാര വിചാരങ്ങളും ഒക്കെയായി പിന്നീട് അവൻ പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. ആ പ്രവർത്തനത്തിന് മുമ്പ് അവൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെല്ലാം അവനെ പ്രാപ്തനാക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കേൾവിയിലൂടെയും കാഴ്ചയിലൂടെയും വായിച്ചുകൊണ്ടുമൊക്കെ നമ്മൾ അറിയുന്ന പല അറിവുകളാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന പല അറിവുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കേൾവി എന്നത്. ആലോചിച്ച് നോക്കൂ, ചെറിയ കുട്ടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നിങ്ങൾ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ, നിങ്ങൾക്ക് ഒന്നും അറിയാത്ത അലമൂന ശൈഅ, ഒന്നും അറിയാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നിങ്ങൾ വലുതായി വന്നത്. നിങ്ങൾ ഒരുപക്ഷെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ സമയം ആലോചിച്ച് നോക്കൂ. പലപ്പോഴും അഹങ്കാരികളായ മനുഷ്യർ ചിന്തിച്ചു പോകാത്ത ചില യാഥാർത്ഥ്യങ്ങളാണ്. ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് നമ്മൾ നിസ്സാരരായിരുന്നു, നമ്മൾ നിസ്സഹായരായിരുന്നു. സ്വന്തം വിസർജ്യത്തിൽ പോലും കൈകാലുകളിട്ട് അടിക്കുവാനും വാവിട്ട് കരയുവാനും മാത്രം അറിയുന്ന ഒരു ജീവി മാത്രമായിരുന്നു ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യർ. എന്നാൽ നമ്മളല്ലാതെ മനുഷ്യേതരമായ എത്ര ജീവജാലങ്ങളുണ്ട് ഇവിടെ? അവരെല്ലാം എങ്ങനെയാണ് ജീവിക്കുന്നത്? അവർക്കുള്ള ഉപജീവനം ആരാണ് കൊടുക്കുന്നത്? അവർക്കറിയാം ഒരു പ്രായമാവുമ്പോൾ അവർക്ക് എവിടെയാണ് ഉപജീവനം ഉണ്ടാവുക എന്നത്. അത് തേടി പിടിച്ച് കണ്ടെത്താൻ അവർക്ക് കഴിയും. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളമോ നമുക്ക് വാവിട്ട് നിലവിളിക്കാനും സ്വന്തം വിസർജ്യമാണ് എന്ന് പോലും അറിയാതെ അതിൽ കൈകാലിട്ട് അടിക്കുവാനും ഒരുപക്ഷെ അത് നമ്മുടെ വായിലെങ്കിലും എത്തിക്കഴിഞ്ഞാൽ പോലും അത് തിരിച്ചറിയാത്ത അത്രമേൽ നിസ്സാരരാണ് മനുഷ്യർ എന്ന ബോധ്യം നമുക്കില്ല. ലാ തഅലമൂന ശൈഅ, നിങ്ങൾ ഒന്നും അറിയാത്ത ഒരു പ്രായം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം അള്ളാഹു നിങ്ങൾക്ക് ഓരോ അനുഗ്രഹങ്ങൾ നൽകി കഴിഞ്ഞു. ശേഷം ആലോചിക്കുക, ഒരു കുട്ടിയുടെ വളർച്ചയിൽ അവൻ പലപ്പോഴും പലതും വായിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ പലതും കേട്ടറിഞ്ഞുകൊണ്ട് സംസാരിക്കാൻ പഠിക്കുന്നുണ്ട്. അവന്റെ ഭാഷ നന്നാവുന്നുണ്ട്. അതെങ്ങനെയാണ്? അവന് പലപ്പോഴും കേൾക്കുന്നതിലൂടെ അവന്റെ ഭാഷ, അവന്റെ ഉമ്മയും ഉപ്പയും ഏത് രാജ്യക്കാരാവട്ടെ, ഏത് നാട്ടുകാരാവട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നവരാവട്ടെ, ഏതാണെങ്കിലും അത് കേൾക്കുന്നതിലൂടെ അവന്റെ മനസ്സത് പ്രോസസ് ചെയ്തെടുക്കാനും അത് സംസാരിക്കാനും അവന് സാധിക്കുന്നുണ്ട്. അത്രമേൽ വലിയൊരു അനുഗ്രഹമാണ് പലപ്പോഴും കേൾവി എന്നത്. പരിശുദ്ധ ഖുർആൻ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കുന്ന സമയത്ത് അത് ഇതുപോലൊരു ഗ്രന്ഥമായിരുന്നില്ല. അതൊരു പുസ്തക രൂപത്തിലല്ല അവതരിപ്പിച്ചത്. മറിച്ച് പലപ്പോഴും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒറ്റയ്ക്കാവുന്ന ഹിറാ ഗുഹയിൽ പോയി ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കേൾപ്പിച്ച് ആ കേൾവിയിലൂടെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയെടുത്ത് ശേഷമാണ് പിന്നീട് അത് എഴുത്തിന്റെ രൂപത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് കേൾവി എന്ന ഒന്നാമത്തെ അനുഗ്രഹം നമ്മൾ ഗൗരവത്തിൽ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. നാം ആകുന്ന വിശ്വാസിക്ക് അതിലൊരിക്കലും പിഴവുകൾ സംഭവിക്കാൻ പാടില്ല. പല രൂപത്തിലാണ് ഈ അനുഗ്രഹത്തിൽ പലർക്കും പിഴവ് സംഭവിച്ചു പോകുന്നത്, അല്ലെങ്കിൽ തെറ്റുകളിലേക്ക് അവർ ആനയിക്കപ്പെടുന്നത്. ഒന്നാമതായി, എന്ത് കേൾക്കണം എന്ന കാര്യത്തിൽ പലപ്പോഴും നിശ്ചയമില്ലാതെ പോവുക. നമ്മൾ കേൾക്കേണ്ടത് എന്താണെന്ന കാര്യത്തിൽ നമുക്കൊരു ധാരണയില്ലാതെ പോവുക. എല്ലാവരും എന്ത് കേൾക്കുന്നു അതുപോലെ ഞാനും കേൾക്കുന്നു എന്നൊരു ചിന്ത ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ല. ചില സുന്നത്തുകൾ നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ച് നോക്കുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്ന ചില സുന്നത്തുകളുണ്ട്. ഒന്നാമതായി, സലാം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ റദ്ദുസ്സലാം, സലാം നിങ്ങൾ വ്യാപിക്കണം. ശേഷം എന്ത് ചെയ്യണം? സലാം നിങ്ങൾ മടക്കണം. ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്നുകൂടി പറയുമ്പോൾ അതിന്റെ പൂർണ്ണത എത്തു എന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് അത് കേൾക്കുന്നതിലൂടെ കൃത്യമായി മറുപടി പറയാൻ സാധിക്കുന്നുണ്ടോ? നമ്മളൊരു ബാങ്ക് കേട്ടു. ബാങ്ക് കേൾക്കുമ്പോൾ അത് കൃത്യമായി നിങ്ങൾ മൗനം ദീക്ഷിച്ചുകൊണ്ട് കേൾക്കണം എന്നത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. അത് കേൾക്കുക എന്നതും ആ കേട്ടതിന് ശേഷം ബാങ്കിന് മറുപടി കൊടുക്കുക എന്നതും സുന്നത്താണ്. ആ കേൾവിയുടെ വിഷയത്തിൽ നമ്മൾ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ സുന്നത്തുകൾ മറന്നു പോകുന്നുണ്ടോ? അതുപോലെ തന്നെ ഒരു വ്യക്തി ഒരു സദസ്സിലിരിക്കുമ്പോൾ തുമ്മിയാൽ ആദ്യം ആ വ്യക്തി പറയേണ്ടത് അൽഹംദുലില്ലാ എന്നാണ്. അത് കുറച്ച് ഉറക്കെ പറയണം, തന്റെ അടുത്തിരിക്കുന്ന സഹോദരൻ കേൾക്കുന്ന രൂപത്തിൽ. അത് കഴിഞ്ഞാൽ ആ കേട്ട വ്യക്തി പറയേണ്ടത് യർഹമക്കുമുല്ലാഹ് എന്നാണ്. അല്ലാഹു താങ്കൾക്ക് റഹ്മത്ത് നൽകട്ടെ എന്നാണ്. ഇത് കേട്ടാൽ ആ തുമ്മിയ വ്യക്തി പറയേണ്ടത് യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലക്കും എന്നാണ്. ഈ പ്രാർത്ഥന കേൾക്കുന്നതിലൂടെ നമ്മൾ പറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അതോ നമ്മൾ അതിലും അശ്രദ്ധരാണോ എന്ന കാര്യം ഗൗരവത്തിൽ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മുടെ ചിന്ത, നമ്മൾ കേൾക്കുന്ന കേൾവികളൊക്കെ മറ്റു പലരും എന്താണോ കേൾക്കുന്നത് അതുപോലെയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം കേൾക്കുന്നുവോ ആ കേൾവിയുടെ കൂടെ പോവുകയാണെങ്കിൽ ഒരു മുസ്ലിമിന് വലിയ പിഴവുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, എന്ത് കേൾക്കരുത് എന്നാണ്. പരിശുദ്ധ ഇസ്ലാമിൽ ഒരുപാടധികം കൽപ്പനകളുണ്ട്. നിങ്ങൾ എന്ത് കേട്ടുകൂടാ എന്നത്. ഹറാമായ കാര്യങ്ങളൊന്നും കേൾക്കാൻ പാടില്ല. കാഴ്ചയിൽ നിങ്ങൾ ഹറാം കൊണ്ടുവരാൻ പാടില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം കാണാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കാണാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതുപോലെ കേൾക്കാനും പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, അത്തരം ഏഷണയും പരദൂഷണവും ഒക്കെ പറയുന്ന അത്തരം സദസ്സുകൾ നമ്മൾ ഉണ്ടായി അതെല്ലാം കേൾക്കുക എന്നത് ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. അതുപോലെ തന്നെ കേൾക്കാൻ പാടില്ലാത്ത ചില വിഷയങ്ങളാണ് മ്യൂസിക്,
സംഗീത വാദ്യോപകരണങ്ങൾ അകമ്പടിയോടുകൂടിയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ അകമ്പടിയോടുകൂടിയുള്ള മ്യൂസിക് ഒരു മുസ്ലിമിന് കേൾക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്ന കാര്യത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പണ്ഡിതർ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. പിന്നെയും എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹം DJ പാർട്ടികളിലും അത്തരം സദസ്സുകളിലും പോകുന്നത്? മ്യൂസിക് ഹറാമാണ് എന്നിരിക്കെ അത് അറിയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ കേൾവി എനിക്ക് ഹറാമാണ്, പാടില്ലാത്ത കാര്യമാണ്, അതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് ചിന്തിച്ച് മാറി നിൽക്കുന്നതിനപ്പുറം സഹോദരങ്ങളെ നമുക്ക് വലിയ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഒരു യാത്ര ചെയ്യാണ് അദ്ദേഹത്തിന്റെ ഭൃത്യന്റെ കൂടെ. ആ യാത്ര പോകുന്ന സമയത്ത് വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള ഒരു മ്യൂസിക് കേൾക്കുകയാണ്, ഒരു സംഗീതം, ഒരു സദസ്സ് കേൾക്കുകയാണ്. ആ സംഗീതം കേട്ട ഉടനെ അദ്ദേഹം തന്റെ ചെവിയിലേക്ക് തന്റെ വിരലുകൾ രണ്ടും അടച്ചു വെക്കുന്നുണ്ട്, തന്റെ ചെവി പൊത്തിപ്പിടിക്കുന്നുണ്ട്. ശേഷം കുറച്ചു ദൂരം അങ്ങനെ സഞ്ചരിക്കുകയാണ്. അതിനുശേഷം കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ തന്റെ ഭൃത്യൻ നാഫിയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നാഫിയ ആ ശബ്ദം കേട്ട് കഴിഞ്ഞോ, ഇപ്പൊ കേൾക്കുന്നില്ലാത്ത അവസ്ഥയിൽ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഇപ്പൊ ആ ശബ്ദം കേൾക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മാത്രം അദ്ദേഹം ആ ചെവിയിൽ നിന്ന് കൈകൾ എടുക്കുന്ന ഒരു അവസ്ഥ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു വാദ്യോപകരണ അകമ്പടിയോടുള്ള ഒരു ശബ്ദം കേട്ട സമയത്ത് അള്ളാഹുവിന്റെ റസൂലും ഇതുപോലെ ചെവിയിൽ വിരൽ വെച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഹറാമായ ഒരു കേൾവിയുടെ സദസ്സാണോ, അത്തരം ഒരു വിഷയമാണോ നമ്മൾ അതിലേക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാവേണ്ട ചിന്ത എന്നത് ഒരിക്കലും ഒരു അനുഗ്രഹം അത് നഷ്ടപ്പെടുമ്പോൾ മാത്രം അതിന്റെ വിലയറിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. സഹോദരങ്ങളെ, നമുക്കൊക്കെ പ്രായമായി വാർദ്ധക്യത്തിലേക്ക് എത്താനുള്ള ആളുകളാണ്. ഇതിൽ വയോധികരായ വളരെ കുറവാണ്. വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവർ നിരന്തരം നമ്മോട് റിപ്പീറ്റ് ചെയ്യുന്ന, ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ് എന്ന ചോദ്യം. നിരന്തരം എന്ത് പറഞ്ഞാലും തിരിച്ചവർക്ക് കേൾക്കാത്തത് കൊണ്ട് തന്നെ അത് എന്താണെന്ന് ആവർത്തിക്കാൻ നമ്മൾ പറയുന്നുണ്ടാവും. ഒരുപക്ഷെ അത് കേൾക്കുമ്പോൾ പരിഹസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഞാനും നിങ്ങളുമൊക്കെ അത്തരം ഒരു അവസ്ഥയിലെത്തും. ഇപ്പോൾ ഈ ഖുതുബ പറയുമ്പോൾ സാഗൂതം കേൾക്കുന്ന നമ്മൾ നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ, അതിന്റെ അവശതകളിലേക്ക് എത്തുമ്പോൾ, നമ്മളും ഒരുപക്ഷെ കേൾക്കാത്ത ആ പ്രായത്തിലെത്തുമ്പോൾ അപ്പോൾ ചിന്തിച്ചുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ കേൾക്കേണ്ട കാര്യങ്ങൾ എന്താണ്, സുന്നത്തുകളുള്ളത് എന്താണ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളത്, അത് ഇപ്പോൾ തന്നെ അതിന്റെ വില അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമതായി നല്ലത് കേൾക്കണം എന്ന കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നല്ലതായ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്നതിൽ ഏറ്റവും നല്ല കാര്യം അള്ളാഹുവിന്റെ കലാമായ ഈ പരിശുദ്ധ ഖുർആനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനിലൂടെയാണ് ഈ ഖുർആൻ നമുക്ക് എത്തിയത്. എന്നാൽ ആ റസൂൽ തന്നെ, അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഈ ഖുർആനിന്റെ പാരായണം വരുമ്പോൾ വളരെ കൃത്യമായി ശ്രദ്ധയോടുകൂടി അത് കേൾക്കുന്ന എത്ര സന്ദർഭങ്ങളുണ്ട്. ഒരിക്കൽ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു രാത്രി ഓതുകയാണ്. ആ ഓതുന്ന സമയത്ത് ആ ഓത്ത് കേട്ട് റസൂൽ സ്തബ്ധനായി അങ്ങനെ നിൽക്കുകയാണ്. ശേഷം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, താങ്കൾക്ക് ദാവൂദ് നബിയുടെ അത്തരത്തിലുള്ള മനോഹരമായ ഒരു ശബ്ദം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്, അത്തരം ഒരു ശബ്ദമാതിരി താങ്കൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ്. ശേഷം മറ്റൊരു സമയത്ത് കാണാൻ കഴിയും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ നല്ല ഖിറാഅത്തുകളുള്ള, നന്നായി പാരായണം ചെയ്യുന്ന സ്വഹാബികളായിരുന്നു ഇവരൊക്കെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ ഓതുകയാണ്. സൂറത്ത് നിസാ ഓതുന്ന സമയത്ത് പ്രവാചകന്റെ കണ്ണുകൾ തൊട്ടപ്പുറത്ത് സ്വഹാബിമാർ നോക്കിയപ്പോൾ അതിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകി വരുന്ന ഒരു കാഴ്ച അവർ കണ്ടു എന്നാണ്. സഹോദരൻ, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഞാനും നിങ്ങളുമൊക്കെ ഖുർആൻ പാരായണം നിരന്തരം കേൾക്കുന്നവരാണ്. എല്ലാ ദിവസവും രാവിലെ സുബഹി നമസ്കാരത്തിനും, ഇനി സുബഹിക്ക് പള്ളി പോകാത്ത ആളുകളാണെങ്കിൽ പോലും മഗ്രിബിനോ ഇശാവിനോ അല്ലെങ്കിൽ ജുമുഅക്കോ അല്ലെങ്കിൽ പെരുന്നാൾ നമസ്കാരത്തിനോ ഒക്കെ നമ്മൾ ഖുർആൻ പാരായണം നമസ്കാരത്തിലെങ്കിലും കേൾക്കാറുള്ള ആളുകളാണ്. ഈ ഖുർആൻ പാരായണം എത്രമേൽ നമുക്ക് സ്വാധീനിച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിതങ്ങളിൽ എത്ര മാറ്റം ഉണ്ടാക്കാൻ ഈ ഖുർആനിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഖുർആൻ പാരായണം കേട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികൾ അവരുടെ കേൾവിയെ പരിവപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. രണ്ട് കൽപ്പനകളാണുള്ളത്. നിങ്ങൾ ഖുർആൻ കേൾക്കുകയാണെങ്കിൽ, ഫഇദാ ഖുരിഅൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുകയാണെങ്കിൽ, കേൾക്കുകയാണെങ്കിൽ, ഫസ്തമിഉ ലഹു, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. രണ്ടാമത്തെ കൽപ്പന വഅൻസിതു, നിങ്ങൾ നിശബ്ദത പാലിക്കണം. ഈ ഒരു ആയത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണമെന്നാണ്. രണ്ടാമത്തെ കാര്യം, ആ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിശബ്ദരായിരിക്കണം. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുമെങ്കിൽ സ്വാഭാവികമായിട്ട് നിശബ്ദരാകുമല്ലോ. ഈ ആയത്തിനെ സംബന്ധിച്ച് പിന്നെ ഒരുപാട് തഫ്സീറുകൾ കാണാൻ സാധിക്കും. നിങ്ങൾ നിശബ്ദരായിരിക്കണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആന്തരികമായ നിശബ്ദതയാണ്. നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾ നിശബ്ദരായിരിക്കണം. ഖുർആൻ പാരായണം ചെയ്യുന്ന സദസ്സിൽ നമ്മൾ ഉണ്ടാവുമ്പോൾ ആ പാരായണം കേൾക്കുന്ന സമയത്ത് അതിന്റെ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ നമസ്കാരത്തിലൊക്കെ ഖുർആനോട് ഓണായി കഴിഞ്ഞാൽ, തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിന്ത മറ്റെവിടെയെങ്കിലും ഒക്കെ പോകുന്ന, മറ്റ് രാജ്യങ്ങളിൽ സന്ദർശിച്ചു വരുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതെന്താണോ പാരായണം ചെയ്യുന്നത് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അതിനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ, അറബി ഭാഷ, അത് പഠിക്കാനുള്ള അവസരങ്ങളെ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ജോലിയോ പ്രൊഫഷനോ നമ്മുടെ തിരക്കുകളോ ഒന്നും അതിനൊരു
പ്രതിബന്ധമല്ല. എന്തെല്ലാം സൗകര്യങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ കേൾക്കാൻ എത്ര സംവിധാനങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ അറബി ഭാഷയും പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ അർത്ഥമെങ്കിലും കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നല്ല കേൾവിക്കാരാവുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ന് ആധുനിക സമൂഹം പലപ്പോഴും അപജയം സംഭവിച്ചു പോയിട്ടുള്ള, അവർക്ക് പിഴവ് സംഭവിക്കുന്ന ഒരു വിഷയമാണ് നല്ല കേൾവിക്കാരാവുന്നില്ല എന്നുള്ളതാണ്. ആർക്കും സമയമല്ല, എല്ലാവരും തിരക്കിലാണ്. ആർക്കും കേൾക്കാനുള്ള ഒഴിവില്ലാത്തത് കൊണ്ട് തന്നെ തന്റെ കുടുംബത്തിലേക്ക് പോകുമ്പോൾ ഭാര്യയുടെ സംസാരം കേൾക്കാൻ ഒഴിവില്ല, തന്റെ മക്കൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒഴിവില്ല. ഈ ഒരു അവസ്ഥ നമുക്കുണ്ട് എങ്കിൽ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ അവർക്ക് വേണ്ട സമയം കൊടുക്കാനില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് കുടുംബ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക? മക്കൾ പലപ്പോഴും വഴിതെറ്റി പോകുന്നു എന്ന ആശങ്കകളുടെ രക്ഷിതാക്കളാണ് നമ്മളൊക്കെ. അവർക്ക് അവരുടെ സ്കൂളിലേക്കും കോളേജിലേക്കും പോകുമ്പോൾ ഒരുപാട് തിന്മകൾ നിറഞ്ഞ സാഹചര്യം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മളൊക്കെ. പക്ഷേ അവരതിൽ നിന്നും തിരിച്ച് വഴി നടത്താൻ, നമ്മുടെ നന്മയിലൂടെ കൊണ്ടുപോകാൻ നമുക്കുള്ള അവസരങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ അവരെ കേൾക്കുക എന്നത്. നമ്മുടെ പാരന്റിങ്ങിന്റെ ഒന്നാമതൊരു സ്റ്റെപ്പാണത്. അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഇടങ്ങൾ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീടകങ്ങളിലും ഒക്കെ ഉണ്ടാക്കുക എന്നത്. ഒരുപക്ഷെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ, വീട്ടിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയമുണ്ടെങ്കിൽ ആ സമയത്ത് എല്ലാവരും ഒന്നിച്ചിരിക്കണം. അതല്ലാതെ ഓരോരുത്തരും ഓരോ ഭാഗത്ത് പോയി അവരുടേതായ രീതിയിൽ പോകാന്നുള്ളതല്ല. ഏറ്റവും ചുരുങ്ങിയ ആ ഒരു 10-15 മിനിറ്റെങ്കിലും കുട്ടികളുമായി ചേർന്നിരുന്ന് അവർക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാൻ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാര്യയ്ക്ക് പറയാനുള്ളത് കേൾക്കണം. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ വാർദ്ധക്യത്തിലുള്ള, അവശതയിലുള്ള നമ്മുടെ ഉമ്മമാരെയും ഉപ്പമാരെയെങ്കിലും കേൾക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കണം. സാധാരണ നമ്മുടെ കേൾവി നമുക്ക് ഗുണകരമാകുക ഇത്തരം വിഷയങ്ങളിലാണ്. പലപ്പോഴും ഡോക്ടർമാരെ കാണിക്കാൻ പോകുന്ന വൃദ്ധരായ ആളുകൾ, അവർ ഡോക്ടറെ കാണിക്കാൻ പോകുന്നത് രോഗം ചികിത്സിക്കാനല്ല, മറിച്ച് തനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ളൊരു ഇടമായിക്കൊണ്ട്, പൈസ കൊടുത്താൽ എന്തായാലും ഡോക്ടർ കേൾക്കുമല്ലോ എന്നതുകൊണ്ട് മാത്രം അങ്ങോട്ട് പോകുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രായമായ ഉമ്മയോ ഉപ്പയോ വീട്ടിലുണ്ടാവുമ്പോ, അമ്മച്ചിയെ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ഊരവേദന പറഞ്ഞില്ലേ, അപ്പൊ മാറിയോ? ഇന്നലൊരു ചെറിയ പനി ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ മാറിയോ എന്ന് ആ കാലിന്റെ ചോട്ടിൽ പോയിരുന്ന് കാലം തടവി കൊടുത്ത്, തലയകം തടവി, ഒരു നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുത്ത് പറയാൻ നമുക്ക് എന്ത് തടസ്സമുള്ളത്? ഒരുപക്ഷെ നമ്മളും വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഇത്തരം സംസാരങ്ങൾ സംസാരിക്കാൻ, ഇത്തരം കേൾവികൾ കേൾക്കാൻ നമ്മുടെ മക്കളും കൂടെ എത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഗൗരവത്തിൽ ആലോചിക്കുക, നമ്മുടെ കേൾവി അത്തരത്തിലുള്ള ചില ശ്രദ്ധയ്ക്ക് നമ്മൾ വഴിവിടുന്നുണ്ടെന്ന കാര്യം ഉറപ്പിക്കുക. അതുപോലെ തന്നെ ചെറിയ കുട്ടികളാണ്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അന്ന് രാവിലെ സ്കൂളിൽ പോയത് മുതൽ വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തുന്നത് വരെയുള്ള ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാവും. അവർക്ക് പല കഥകളും ഉണ്ടാവും. ഒരുപക്ഷെ ഒരു കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയെ പലപ്പോഴും ഉപമിക്കാറുള്ളത് ഒരു സാമ്രാജ്യം നഷ്ടപ്പെട്ട രാജാവിനെ പോലെയാണ്. ആ കുട്ടിക്ക് ഇത് ഭയങ്കര സംഭവമായിരിക്കും. പക്ഷെ അതൊന്ന് കേട്ടുകൊടുക്കാനുള്ള ഒരു സമയം നമ്മൾ കൊടുത്തില്ല എങ്കിൽ ആ കുട്ടിയെ നമ്മോട് ചേർത്ത് നിർത്താൻ പലപ്പോഴും നമുക്ക് കഴിയില്ല എന്നതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വിഷയം എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മൾ ഇതിനേക്കാൾ ഏറെ പ്രാധാന്യത്തോടുകൂടി കേൾക്കാനുള്ള സമയം നമ്മൾ കാണണം. അത് കേൾക്കുമ്പോൾ നമുക്ക് ചില മാറ്റങ്ങളും ഉണ്ടാവേണ്ടതുണ്ട്. സൂറത്തുൽ അൻഫാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളായ ആളുകളുടെ ഗുണമായി പറയുന്നതാണ് അല്ലദീന ഇദാ ദുകിറല്ലാഹു, അല്ലാഹുവിനെ പറ്റി അവർക്ക് പറഞ്ഞു കേൾപ്പിക്കപ്പെട്ടാൽ, പ്രസ്താവിക്കപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ അത് പേടിച്ച് നടുങ്ങിപ്പോകുന്നതാണ്. അതിനുശേഷം പറയുക തുലിയത് അലൈഹിം ആയാതു, അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദത്ഹും ഈമാന, അവർക്ക് അവരുടെ ഈമാൻ അത് വർദ്ധിക്കുകയും ചെയ്യും. സഹോദരരെ, ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള ചിന്തകളും അതിനെപ്പറ്റിയുള്ള ആലോചനകൾ നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഈമാൻ വർദ്ധിക്കും. ഈമാൻ വർദ്ധിക്കാൻ ഒരു വലിയ ഒരു അവസരമാണ് പരിശുദ്ധ ഖുർആനുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കുക എന്നത്. ചെറിയ ചെറിയ പാപങ്ങൾ നമുക്ക് സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ, പലപ്പോഴും ചെറിയ പാപങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഖേദമാണ് നമ്മളെ പലപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുക. ആ ഖേദം ഉണ്ടാകുമ്പോൾ ആലോചിക്കേണ്ട ഒരു ചിന്ത എന്നുള്ളത്, പരിശുദ്ധ ഖുർആനുമായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുമായി എനിക്ക് കുറച്ച് ശ്രദ്ധ കുറയുന്നുണ്ടോ? ഖുർആൻ ഓതുന്ന കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കാറില്ലേ? എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് പല പാപങ്ങളിലേക്കും നമ്മൾ എത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. നാം തിരിച്ചറിയുക. അങ്ങനെ നമ്മുടെ കേൾവിയെ ഏറ്റവും നന്നായി നമുക്ക് നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ ഉപകാരമുണ്ടാവുന്ന ഒരു അമലായിട്ട് ഈ കേൾവിയെ മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ കേൾവി എങ്ങാനും നഷ്ടപ്പെട്ടാലോ? പല അനുഗ്രഹങ്ങളും നമ്മൾ തിരിച്ചറിയുക അങ്ങനെയാണ്. നമുക്കെങ്ങാനും ഈ കേൾവി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾ നമ്മോട് ഉപ്പ എന്ന് വിളിക്കുന്ന ആ വിളി നമ്മൾ കേൾക്കാതായാൽ, നമുക്ക് നമ്മുടെ ഭാര്യയുടെ വിളി കേൾക്കാതായാൽ, അല്ലെങ്കിൽ ഒരു ബാങ്ക് വിളിക്കുമ്പോൾ ഹയ്യ അല സലാത്ത്, ഹയ്യ അൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോൾ നമസ്കാരത്തിലേക്കും വിജയത്തിലേക്കുമുള്ള ആ വിളിയാളങ്ങൾ നമ്മൾ കേൾക്കാതായി കഴിഞ്ഞാൽ, ആലോചിച്ച് നോക്കൂ, ഒരു വ്യക്തി തൊട്ടടുത്തെത്തി സലാം പറയുമ്പോൾ ആ സലാം കേൾക്കാതായി കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമ്മളൊരു അപകടത്തിലേക്ക് പോകുമ്പോൾ എന്ന് വിളിക്കുന്ന ആ വിളി പോലും നമ്മൾ കേട്ടില്ല എങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് കേൾവി എന്ന ഈ അനുഗ്രഹത്തെ ഒരു മുസ്ലിം
മുസ്ലിമാകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ലത് കേൾക്കാനും അത് നന്നായി കേൾക്കാനുമുള്ള ഒരു ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം 3 തരം ആളുകളെ പറ്റി പറയുന്നുണ്ട്. അന്നാസു സലാസ, 3 തരം ആളുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ആളുകൾ അവരുടെ കൽബും കാതും തുറക്കാത്ത ആളുകളാണ്. പല ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും അവർക്ക് ലഭിച്ചാലും അവരുടെ കാതും കൽബും പലപ്പോഴും തുറക്കാത്ത ആളുകൾ. അവരെ നമുക്ക് വേണമെങ്കിൽ ഒരു പാത്രം കമിഴ്ത്തി വെച്ച് അതിന് മുകളിൽ വെള്ളമൊഴിക്കുന്ന ഒരു വ്യക്തിയെ പോലെ നമുക്ക് ഉപമിക്കാൻ കഴിയും. ആ പാത്രം കമിഴ്ത്തിയത് കൊണ്ട് തന്നെ അതിനുള്ളിലേക്ക് ഒന്നും ഇറങ്ങാത്ത ചില ആളുകൾ. അവർ കേൾക്കുന്നതൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല, കാരണം അവർ കേൾക്കുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ചില ആളുകളുണ്ട്. ഒരുപക്ഷെ ഭൂരിഭാഗം ആളുകളും ആ ഒരു കൂട്ടത്തിലായിരിക്കാം ഉൾപ്പെടുന്നത്. അവർ കാത് തുറക്കും, പലതും കേൾക്കും, പലതും അറിയും. പക്ഷേ ആ കേട്ട കാര്യങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഒരുപക്ഷെ ഒരു ഓട്ടപാത്രത്തിൽ വെള്ളം നിറയ്ക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് അവർ ഉൾപ്പെടുത്താൻ കഴിയും, ഉപമിക്കാൻ കഴിയും. അത്തരം ആളുകൾ അവർ പലതും കേൾക്കുന്നുണ്ട്, പലതും അവർ ആവിഷ്കരിക്കുന്നുണ്ട്, പലതും അവർ തിരിച്ചറിയുന്നുണ്ട്, പലതും പിന്നെ അവരുടെ കേൾവിയിലൂടെ അറിയുന്നുണ്ട്. പക്ഷെ ആ അറിയുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ വരാത്ത ചില ആളുകൾ. ആ കേൾക്കുന്നതെല്ലാം ഒരുപക്ഷെ നമ്മൾ ആ കൂട്ടത്തിലാണെങ്കിൽ പലതും കേൾക്കുന്നുണ്ട്, പല ഉപദേശങ്ങളും നസീഹത്തും ഒക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കാതലായ മാറ്റങ്ങളൊന്നും വരാത്ത ചില ആളുകളുടെ കൂട്ടത്തിലാണ് രണ്ടാമതായ ആളുകൾ. മൂന്നാമതായി കൊണ്ട് കാതും ഹൃദയവും എല്ലാം, നമ്മുടെ ചെവിയും ഹൃദയവും എല്ലാം തുറന്നിരിക്കുന്ന ആളുകളെയാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഉപമിക്കുന്നത്. അത്തരം ആളുകൾക്കാണ് അള്ളാഹുവിന്റെ വലിയ റഹ്മത്ത് ഉണ്ടാവുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അള്ളാഹുവിന്റെ കാരുണ്യം അത് സിദ്ധിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ കാതും കണ്ണും ഹൃദയവും ഒക്കെ തുറന്നിരിക്കുന്ന ആളുകൾ, അതെല്ലാം പൂർണ്ണമായും ജീവിതത്തിലേക്ക് കേൾക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഇവർക്ക് ഉൾപ്പെടാൻ സാധിക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ നമുക്ക് കേൾക്കുന്ന ഉപദേശങ്ങളും ഇസ്ലാമികമായ കൽപ്പനകളും ഒന്നും ഇതൊക്കെ കേൾക്കുന്നുണ്ട്, എല്ലാം എനിക്ക് അറിയുന്നുണ്ട്, പക്ഷെ ജീവിതത്തിൽ കൊണ്ടുവരാത്ത ആളുകളാണെങ്കിൽ, ഏത് ചെറിയ നിസ്സാരമായ കാര്യമാവട്ടെ അതിൽ നമുക്ക് അശ്രദ്ധ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നാളെ നരകത്തിൽ വലിയ രൂപത്തിൽ ഖേദിക്കേണ്ട ചില ആളുകളെ പറ്റിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തുൽ മുൽക്കിൽ കാണാൻ സാധിക്കും, ഖാലൂ, ചില ആളുകളുണ്ട്, ലൗ കുന്ന, അവർ പറയാണ്, ലൗ കുന്ന, ഞങ്ങളായിരുന്നെങ്കിൽ, നസ്മഉ, ഞങ്ങൾ കേൾക്കുന്ന ആളുകളായിരുന്നെങ്കിൽ, ഔ നഅഖിലു, ഞങ്ങൾ ചിന്തിക്കുന്ന ആളുകളായിരുന്നെങ്കിൽ, അത് മനസ്സിലാക്കുന്ന ആളുകളായിരുന്നെങ്കിൽ, മാ കുന്ന, ഞങ്ങൾ ആവുമായിരുന്നില്ല, ഫി അസ്ഹാബി സഈർ, ഈ നരകക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുമായിരുന്നില്ല എന്ന് നരകത്തിലെ ചില വിലാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ കേട്ട കേൾവി, ആ കേൾവി അത് നമ്മുടെ ജീവിതത്തിൽ അത് തിരിച്ചറിയുന്ന, അഖല് കൊടുത്ത് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ആളുകളായി, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകളായി ഉൾപ്പെടാനുള്ള ഒരു ശ്രദ്ധയും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മുടെ കേൾവിയെയും കാതിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളെയും പരിമപ്പെടുത്തുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം സൂചിപ്പിക്കാനുള്ളത് SIR-മായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഡിസംബർ മാസമാണ്, ഡിസംബർ 4-ാം തീയതിയാണ് അതിന്റെ എന്യൂമറേഷൻ പ്രക്രിയകൾ നടക്കുന്നത്. ഒരു വിശ്വാസിയായ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ ഈ സമ്മതിദായക അവകാശം, വോട്ടവകാശം എന്നത് അത് നമ്മുടെ ഒരു അവകാശമായി കണ്ടുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം എന്ന നിലയ്ക്ക്, ഒരു പൗരൻ എന്ന നിലയ്ക്ക് അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും പലപ്പോഴും ഈ SIR ഫോമുകൾ അത് പൂരിപ്പിച്ച ആളുകളായിരിക്കും. എന്നാൽ ആരെങ്കിലും ഒക്കെ തിരിച്ചേൽപ്പിക്കാത്തതുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് കൊടുക്കുക. കാരണം ഇനി ഉള്ള സമയം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും എന്നോണം ഇത് ഓൺലൈനിൽ അടിച്ചു കയറ്റാനുള്ള സമയമാണ് ഇപ്പോൾ. അത് തന്നെ ഇപ്പോഴത്തെ സമയം നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഫോമുകൾക്ക് അടിച്ചു കയറ്റാനുള്ള സമയമേ ഇനി ഡിസംബർ 4-ാം തീയതി വരെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പിഴവുമില്ല എന്ന കാര്യം, BLOമാർ നമ്മൾ സമീപിക്കുമ്പോൾ കൃത്യമായ ഡാറ്റ എല്ലാം കൊടുക്കുന്നു എന്നുള്ള കാര്യം, നമ്മുടെ കുടുംബത്തിലെ പ്രവാസിമാരെ അല്ലെങ്കിൽ മരുമക്കളായി വരുന്ന ആളുകളെ ഒന്നും വിട്ടുപോയിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ കൃത്യമായി ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. SIR-മായി ബന്ധപ്പെട്ട് പലപ്പോഴും പല ടെൻഷനുകൾ ഈ ഒരു സമയത്ത് കേൾക്കുന്നുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം വലിയ ആശങ്കകളൊന്നും നമുക്ക് ഉണ്ടാവേണ്ടതില്ല. ജാഗ്രതയാണ് നമുക്ക് വേണ്ടത്. ഏത് വിഷയത്തിലും നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുവെങ്കിൽ പിന്നെ നമുക്ക് വലിയ ആശങ്കകളോ ടെൻഷനോ ആവലാതികളോ ഒന്നും നമുക്ക് ഉണ്ടാവേണ്ടതില്ല. ഒരു സുഹൃത്തി ഇടയ്ക്ക് പറഞ്ഞത്, ഈ അവരൊരു അമ്മായി, ആ സ്ത്രീ, അവർ ഈ SIR-മായി ബന്ധപ്പെട്ട വിഷയം വന്ന ഉടനെ തന്നെ ഭയങ്കരമായ ടെൻഷൻ തുടങ്ങി. ഓരോ ദിവസവും TV ചാനൽ SIR ന്യൂസ് മാത്രം കേൾക്കുക, പേപ്പർ എടുത്ത് നോക്കിയാൽ അത് മാത്രം വായിക്കുക. അങ്ങനെ വായിച്ച് ഇപ്പൊ ആ ഒരു സമയം മുതൽ ഇതുവരെ 10 കിലോളം വെയിറ്റ് കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. അത്രയും ടെൻഷൻ അടിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആവലാതി നമുക്ക് ആവശ്യമില്ല. എന്നാൽ നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്ത് അത് അവിടെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് അത്തരം ടെൻഷൻ ഉണ്ടാവേണ്ടതില്ല എന്ന് പറയാനുള്ള കാരണം നമ്മൾ വിശ്വാസികളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ ജീവിതം മാത്രമല്ലല്ലോ ഉള്ളത്. ഇവിടെ നമ്മൾ കൃത്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പലപ്പോഴും തവക്കുലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തവക്കുലിന് 2 വശങ്ങളുണ്ട്.
ചില ആളുകളൊക്കെ അസ്ബാബുകളിൽ തവക്കുലാക്കുന്ന ആളുകളുണ്ട്. ചില കാരണങ്ങൾ നമുക്ക് ഉണ്ടാവും. ആ തവക്കുലാക്കുന്നതിന് മുമ്പുള്ള ആ അസ്ബാബുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകുന്ന ഒരു കൂട്ടം ആളുകൾ കാണാൻ സാധിക്കും. രണ്ടാം ചില ആളുകൾ തവക്കുലിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ഇത് രണ്ടും നമുക്ക് ചേർന്നതല്ല. മറിച്ച് എന്തൊക്കെയാണോ അതിലുള്ള അസ്ബാബുകൾ അതെല്ലാം കൃത്യമായി ചെയ്തുകൊണ്ട് ശേഷം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന, തവക്കുലാക്കുന്ന, ഒട്ടകത്തെ കെട്ടിയിട്ടതിന് ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. അത്തരത്തിൽ വലിയൊരു പ്രതീക്ഷയും നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഒരു മുസ്ലിം, ഒരു പൗരൻ എന്ന നിലയ്ക്ക് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതസംഘടനകളും ഒക്കെ അതിനുവേണ്ടി സഹായിക്കുന്നുണ്ട്. നമ്മളും അത്തരം കാര്യങ്ങളൊക്കെ സഹായിക്കാനുള്ള ഒരു ശ്രദ്ധ ഈ ഒരു സമയത്ത് ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഇത്തരം അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന, ശുക്ർ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരുടെ ഖബറിടം വിശാലമാക്കി നമ്മെയും അവരെയും ഒക്കെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിപ്പോഴും രോഗങ്ങൾ അനുഭവിക്കുന്ന, പല പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സാമ്പത്തികമായും ഒക്കെയുള്ള പരാധീനത അനുഭവിക്കുന്ന ഒരുപാടധികം ആളുകളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു ഉദവിയും തുറവിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാടധികം സഹോദരങ്ങൾ, അവർക്കെല്ലാം അള്ളാഹു നിർഭയത്വവും അമ്നും നൽകി നമ്മയും അവരെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في كل مكان. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب